പാരസെറ്റമോളിൽ കമ്പിക്കഷ്ണം. പാലക്കാട് മണ്ണാർക്കാടാണ് സംഭവം. മണ്ണാർക്കാട് നഗരസഭ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പാരസെറ്റമോളിലാണ് കമ്പിക്കഷ്ണം കണ്ടെത്തിയത്. മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലാണ് കമ്പിക്കഷ്ണം കണ്ടത്. മരുന്ന് നൽകാനായി പാരസെറ്റമോൾ പൊട്ടിച്ചപ്പോഴാണ് കമ്പിക്കഷ്ണം കണ്ടെത്തിയത്. മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. വൈകുന്നേരം കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു, സ്കൂൾ കുട്ടിണ്ടായില്ല. അപ്പോൾ വൈകുന്നേരത്തോടെ ഹെൽത്ത് സെന്ററിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഗുളിക മരുന്ന് ഏത് ഹെൽത്ത് സെന്ററിലാണ് പോയത്? നായടിക്കുന്ന ഭാഗത്തുള്ളതാണ്. നാരങ്ങപ്പറ്റുള്ള ഹെൽത്ത് സെന്ററിൽ പോയി അവിടുന്ന് മരുന്ന് വാങ്ങി. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നു. മരുന്ന് അവിടുന്ന് തന്നെ കിട്ടി. അപ്പോൾ ഒരു പകുതി ഗുളികയാണ് കൊടുക്കാൻ പറയുന്നത്. പാരസെറ്റമോൾ ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ കമ്പി കണ്ടു. പൊട്ടിച്ചത് കൊണ്ട് കണ്ടു, അല്ലെ ഫുള്ളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൽ പോയനെ. അവന് അമ്മ അതിൽ കമ്പി ഉണ്ട് പറഞ്ഞിട്ട് കാണിച്ചത്. അപ്പോൾ അതാ പാരസെറ്റമോളിൻ്റെ അതേ വലുപ്പത്തിലുണ്ട് കമ്പിയുടെ വലുപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല പറഞ്ഞിട്ട് വാങ്ങിച്ചപ്പോൾ ഞാനത് കണ്ടിട്ട് അങ്ങനെ ഉപ്പാക്ക് വിളിക്കുകയും കുട്ടിയുടെ. അതേസമയം വിഷയത്തിൽ നഗരസഭയും പരാതി നൽകും. മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചത്. വലിയ അനാസ്ഥ. മണ്ണാർക്കാട് എന്നല്ല, പല ഹെൽത്ത് സെൻ്റർക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ മരുന്ന് പർച്ചേസ് ചെയ്യുന്നത് KMCL എന്ന കമ്പനിയിൽ നിന്നാണ്. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ അനാസ്ഥക്കെതിരെ ആ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തണം. അതിന് വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും നഗരസഭാ ചെയർമാൻ എന്ന നിലക്ക് പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഇത്തരം അനാസ്ഥ പാവപ്പെട്ട രോഗികളെ ജീവൻ കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഏത് മരുന്ന് കമ്പനി ആയാലും ഈ മരുന്നിൻ്റെ നിർമ്മാണത്തിലും ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ എല്ലാവരും വിതരണം ചെയ്യുന്നത് ഈ കമ്പനികളെ വിശ്വസിച്ച് അവർ നിർമ്മിക്കുന്ന മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികൾ അവരുടെ നിർമ്മാണത്തിൽ ഇത്തരം അനാസ്ഥ മേലുണ്ടാവാൻ പാടില്ല. അതേസമയം വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. DMOയുടെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തും. ഗുളികയുടെ വിതരണം എവിടെ നിന്ന്, സ്റ്റോക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കും. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് DMOയുടെ നടപടി. UTV ന്യൂസ്, പാലക്കാട്.